ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അഭിയോ അതുപോലെ നമ്മുടെ AM ജ്വല്ലറിയുടെ നാഗേന്ദ്രനും ഒക്കെ ചേർന്ന് നന്ദുവിനെ കൊടുക്കാൻ വേണ്ടി കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ട് പോവുകയാണ്. അപ്പൊ ഇത് നമ്മുടെ നവ്യ അറിഞ്ഞല്ലോ. അപ്പൊ നവ്യ അറിഞ്ഞത് കൊണ്ട് തന്നെ നവ്യ എന്ത് ചെയ്യുന്നു, നേരെ കൂട്ടുകാരിനെ വിളിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരിനെ വിളിച്ചു. ഹലോ എടി, നീ എവിടെയാ? ഒരു കാര്യമുണ്ട്, നീ നന്ദുവിനെ ഒന്ന് ഫോളോ ചെയ്യണം. നന്ദു അനിയും കൂടി ഇന്ന് അവര് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പൊ അതിനെ ട്രേസ് ചെയ്ത് നമ്മുടെ AM ജ്വല്ലറിയും ഉണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, നന്ദു സേഫ് ആണോ ഇല്ലയോ എന്ന് അറിയണം. അപ്പൊ നീ ഒന്ന് നന്ദുവിനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നീ പേടിക്കണ്ടടി, ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ ഓക്കെ ആക്കിക്കോളാം, ഞാൻ നന്ദുവിനെ ഫോളോ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരി ഈ ഫോൺ കട്ടും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കൂടുന്തോറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവും അനിയും കൂടെ കാണുന്ന ഒരു സീനാണ്. അപ്പൊ നന്ദു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അനിയെ. അപ്പൊ അനി വന്നപ്പോഴത്തേക്കും അത്ഭുതകരമായി പോയി. ഒരിക്കലും നീ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്ന് പ്ലാൻ ചെയ്താലും അതെല്ലാം ഫ്ലോപ്പ് ആവുകയല്ലായിരുന്നോ? ഇതിപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ, അതുകൊണ്ട് ഈ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ചിലപ്പോ അമ്മയുടെ അച്ഛന്റെ ഒക്കെ പ്രാക്ക് കൊണ്ടായിരിക്കാം, അവര് ഒരിക്കലും നമ്മൾ ഒന്നിക്കുന്നത് ആഗ്രഹിക്കുന്നില്ലല്ലോ, അപ്പൊ അവരുടെ പ്രാക്കോ പ്രാർത്ഥനയോ ഒക്കെ ആയിരിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാന്നൊക്കെ വെച്ചാലും ഒരു അസൗകര്യം ആകുന്നതും അത് നടക്കാതിരിക്കുന്നതും ഒക്കെ. ഏതായാലും ബാ, നമുക്ക് പോകാം, ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് ദൂരെ എങ്ങോട്ടേലും പോകാം, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലാത്ത സ്ഥലത്തേക്ക് ദൂരെ എങ്ങോട്ടേലും പോകാന്ന് പറഞ്ഞ് വണ്ടി കയറ് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനു പറഞ്ഞു, നിക്ക്, നമുക്കൊന്ന് സംസാരിക്കണ്ടേന്ന് പറഞ്ഞപ്പോ, ഈ സംസാരിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്, സംസാരിക്കാൻ ഇനി ധാരാളം സമയമുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ, പോയി കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പം എനിക്ക് നിന്റെ കൂടെ വരാനുള്ളൊരു പേടി എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ വണ്ടി എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ അപ്പൊ അങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകില്ല എന്ന് പറയുമ്പോ, പിന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകാനോ? അതെ, പണ്ടൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആകുവാണെങ്കിൽ പെട്ടുപോകും. ഈ കാലഘട്ടത്തില് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് എങ്ങനെയാ പെട്ടുപോകുന്നത്? സാധാരണ ഉണ്ടല്ലോ, ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലൊക്കെ അപ്പൊ തന്നെ ഒരു വർക്ക്ഷോപ്പിലെ നമ്പർ വല്ലോ ഒരു മെക്കാനിക്കലിന്റെ നമ്പർ വല്ലോ വിളിച്ചാൽ അവർ വന്ന് ശരിയാക്കി തരും. അത് ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ, പിന്നെ ഒരു പേടിയുണ്ട് എനിക്ക്, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്റെ മുഖത്ത് നോക്കിയല്ല ഡ്രൈവ് ചെയ്യുന്നത്, നേരെ നോക്കിയല്ലല്ലോ ചെയ്യുന്നത്. ഇനി എന്നെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിമറിച്ച് ഇടുവോ നീ? ഒന്ന് ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോകാം, ഇനിയിപ്പോ സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് അനി സ്കൂട്ടിയിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും, സ്കൂട്ടിയിലോ, നമുക്ക് കാറിനല്ലേ പോകേണ്ടതെന്ന് വെച്ചപ്പോ കാറിന് പോകണ്ട, സ്കൂട്ടിയിൽ 2 വീലറിൽ പോയാൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് 2 വീലറിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ആ 2 വീലർ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഒരു നല്ലൊരു ട്രിപ്പാണ് പോകുന്നത്. വളരെയധികം ആസ്വദിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നവീന്റെ കോള്. അപ്പൊ നവീന്റെ കോള് വന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദു, അയ്യോ ദേ നവീനേട്ട വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങോട്ട് പെരുവിരളിൽ നിന്ന് തരിച്ച് കയറിയിട്ട് ഒരു സമാധാനവും കൊടുക്കത്തില്ല. അനു പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ അനിയേട്ട ഫോൺ എടുത്താലും? അതെ, നവീനേട്ടൻ പാവമല്ലേ, നവീനേട്ടൻ വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് നവീനേട്ടനല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ, നവീനേട്ടന്റെ ഫോൺ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാന്ന് പറയുമ്പോൾ, വേണ്ട, നമുക്കിപ്പോ സ്വസ്ഥതയും സമാധാനവും വേണ്ട, നമ്മൾ ആഗ്രഹിച്ച് ആറ്റു നോക്കിയിരുന്ന് കിട്ടിയതാ ഈ ഒരു അവസരം, ഇതൊരു സുവർണ അവസരമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുക. ഇന്ന് ഇതിനിടയിൽ ആരും വേണ്ട, നവീൻ എന്നല്ല വേറെ ആര് വിളിച്ചാലും, നിന്റെ ചേച്ചിയോ നിന്റെ ചേട്ടനോ ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ പിന്നെ നീ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട, എന്നാ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഇവര് വീണ്ടും ഇങ്ങനെ യാത്ര ആസ്വദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ അനി അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, എന്തെന്നില്ലാത്തൊരാശ്വാസം, നീയുമായിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യുന്നത് കുറെ കാലത്തിന് ശേഷമാണല്ലോ, ഇതിപ്പോ കുറെ സമയമായല്ലോ, സ്പെൻഡിങ് കുറച്ച് കൂടിപ്പോയില്ലേ, എവിടേക്കാണ്ടി തിരക്കിട്ട് പോകുന്നത്? അത് പിന്നെ അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ടടാ, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാ. അയ്യോ, നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇന്നലെ അവന്തിക അമ്മേനെ വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ മുഖഷേപ്പൊക്കെ അങ്ങ് മാറി കേട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദു പറഞ്ഞു, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെയും കാര്യം സൂചിപ്പിച്ചു. അത് മനസ്സിൽ വെച്ചിട്ട് അമ്മ എന്നോട് ഒരുപാട് കാര്യവും ചോദിച്ചു. ഓ, അവക്കിത് എന്തിന്റെ കേടാണെന്ന് അറിയത്തില്ലല്ലോ നന്ദു.
അതെ, അവക്ക് നീയുമായിട്ടുള്ള കല്യാണം നടക്കണം. അതിന് തടസ്സമായിട്ടുള്ളവരെ ഒഴിവാക്കാനൊക്കെ അവള് നോക്കും. എന്തായാലും അവന്തികയ്ക്ക് അമ്മ വാക്ക് കൊടുത്തു. അവന്തികയ്ക്കും നിനക്കും ഇടയിലേക്ക് ഞാൻ കടന്നു വരില്ല എന്ന്. നീ കേറി വരണ്ട. ഏ ഞാൻ കേറി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോളാം, അതുപോലെ. അതൊക്കെ കേട്ടിട്ടാ നീ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ മടി കൂടാതെ നിന്റെ കൂടെ വന്നത്. ആ സഹകരണം എപ്പോഴും ഉണ്ടാകുന്ന പറഞ്ഞത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ഒരാളല്ലേ അനി. ഇതുപോലെ ഒളിച്ചോടുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാ ഞാന്. അതിനെന്താ? അതിനിപ്പോ എന്താ പ്രശ്നം? പോലീസുകാർക്കും ജീവിതം വേണ്ടേ, കുടുംബം വേണ്ടേ? അവരും മനുഷ്യരല്ലേ. നിന്റെ ജോലി പോകുവാണെങ്കിൽ പോട്ടെ, നിനക്ക് ജോലി ഇല്ലെങ്കിലും നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാലോ. ഓ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജേലിയ. ഒരു കാരണവശാലും അത് കളയുന്ന പ്രശ്നമൊന്നും എന്റെ ലൈഫിലില്ല. അതെ, എനിക്കൊന്നേ പറയാനുള്ളൂ നന്ദു. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചവളാ നീയം. ഇനി അതിനൊന്നും നിൽക്കരുത്. ഈ ജന്മം നമ്മൾ രണ്ടാളും ഒന്നിച്ച് തന്നെ ജീവിക്കണം. അതാണ് ദൈവ നിശ്ചയവും നിയോഗവും ഒക്കെ. അത് നടക്കണം. അതുകൊണ്ട് തന്നെയാണ് അനാമികയുമായിട്ടുള്ള ബന്ധം തെറ്റിപ്പിരിഞ്ഞു പോയത്. അതെനിക്ക് ഉറപ്പാ. ഈ അവന്തിക എല്ലാവരും പറയുന്നത് പോലെ അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ നീ ഇങ്ങനെ പറയാൻ കാരണം? നയനേച്ചിക്കൊക്കെ അവന്തിയെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഉള്ളത്. അവള് നല്ല പെൺകുട്ടി ആയിരുന്നെങ്കിലേ എന്റെ മനസ്സറിഞ്ഞപ്പോ തന്നെ പിന്മാറിപ്പോയേനെ. ഇതിപ്പം പിന്മാറി പോകുന്നില്ലല്ലോ. അതിനു പകരം എന്താ, അവൾ എല്ലാവരുടെ മേലും പ്രഷർ ചെലുത്തിയിട്ട് എന്താ ചെയ്യുന്നത്? വിവാഹം നടത്താൻ വേണ്ടി നോക്കുന്നു. പിന്നെ ഈ അയർലൻഡിലേക്ക് അവൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് വലിയ കുഴപ്പക്കാരിയായിരുന്നു. അവൾ തിരിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവം കുറച്ചെങ്കിലും ഒന്ന് മാറിയത്. എങ്കിലും അവളുടെ അമ്മയുടെയും ആങ്ങളുടെയൊക്കെ സ്വഭാവം അവളുടെ ഉള്ളിൽ കാണൂലോ. അത് പിന്നെ ആദർശേട്ടൻ നയനേച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അവരിപ്പം നമുക്കൊപ്പം ഇല്ല. നീ അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നാ പോവാടാ, നമുക്ക് സമയം കളയണ്ട. ഇപ്പൊ പോണോ? ഇപ്പൊ പോണെന്നേ, വാടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സ്കൂട്ടി എടുത്തോണ്ട് തിരിച്ചു പോവാണ്. അങ്ങനെ കുറെ ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ ട്രോപ്പ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയാ, ഇനിതേ ഇതുപോലെ മാസത്തിൽ ഒരു ഞായറാഴ്ച നമുക്ക് കറങ്ങാൻ പോകണം കേട്ടോ. എന്നും വേണമെന്ന് പറയുന്നില്ല. ഇനിയിപ്പൊ നിനക്ക് ഞായറാഴ്ച വരാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയിൽ പോകാം. അപ്പം നീ ഒന്ന് ലീവ് എടുത്താൽ മതിയല്ലോ. ഓഹോ, അങ്ങനെ എനിക്ക് പെട്ടെന്ന് ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എടുത്താല്, ഞാൻ വിളിച്ചാല് നീ ലീവ് എടുക്കും, എനിക്കറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കേൾക്കും. എടാ, നമ്മുടെ ഈ യാത്ര ആരെങ്കിലും അറിഞ്ഞു കാണുമോ? മീറ്റിംഗ് ഉണ്ടെന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓ പിന്നെ ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കുക മീറ്റിങ്ങിന് ചെന്നോ ഇല്ലയോ എന്നൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ച്, നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഓ, എന്തൊരു ധൃതി നിനക്ക്. കുറച്ച് സമയം കൂടെ നിൽക്കുക. എന്റെ പൊന്നനി, നമ്മൾ ഇത്രയും നേരം ഒന്നിച്ചല്ലായിരുന്നോ? പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ നീ വീട്ടിലെത്തിയ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ. അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നേരം അമ്മ എന്റെ പിന്നാലെ നടക്കും, മണപ്പിച്ച് അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചാ ഞാൻ വിളിക്കുന്നത്. ഇടയ്ക്ക് അറിയാലോ, നിന്നെ പേടിച്ചിട്ട് എന്റെ ഒപ്പം അമ്മ കിടക്കുക വരെ ചെയ്തത്. ഇപ്പം അതൊക്കെ ഏതായാലും മാറി. ഇപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. ഇനി നമ്മളായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണോ? വേണ്ടല്ലോ. ഇനി പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു കോണ്ടാക്റ്റും പറ്റാണ്ട് വരും, നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. നിന്റെ അച്ഛനും അമ്മ എന്താടി ഇങ്ങനെയായി പോയത്? എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവരുടെ അടുത്ത് വന്ന് നമ്മുടെ കല്യാണം ആലോചിച്ചതായിരുന്നു. ആ സമയത്ത് എന്തിനാ അവരതിനെ എതിർത്തത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാണോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പൊ എന്നെയാ. അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ MD ആയതോടുകൂടി MDയുടെ അമ്മയെന്ന് പറഞ്ഞ് പൊങ്ങച്ചം കാണിച്ചു നടക്കുക. അത് വേറൊന്നും കൊണ്ടുമല്ല, വല്യമ്മേനേക്കാളും കുറച്ച് സാമ്പത്തികം കുറഞ്ഞ തറവാട്ടിൽ നിന്നല്ലേ എന്റെ അമ്മ വന്നിരിക്കുന്നത്. ആ ഒരു കോംപ്ലക്സ് എപ്പോഴും എന്റെ അമ്മയ്ക്കുണ്ട്. ആ ഒരു കോംപ്ലക്സാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മകൻ വലിയൊരു സ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്കും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇനി ആദർശേട്ടൻ തിരിച്ചു വരരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മ ഇന്ന് നടക്കാറുള്ളത്. ആദർശേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MD സീറ്റ് പോവൂലോ. ഇനിയിപ്പം ആദർശേട്ടൻ തിരിച്ചു വന്നാലും ഞാനിരിക്കുന്ന കസേരയിലെ MD സീറ്റിൽ ആദർശേട്ടൻ ഇരിക്കരുത് എന്നൊക്കെയാ പ്രാർത്ഥിക്കുന്നത്. അതൊന്നും മാറ്റാൻ പറ്റത്തില്ല അമ്മയുടെ സ്വഭാവം. എന്റെ രണ്ട് ചേച്ചിമാരും വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായ സംഭവം നിനക്കും എനിക്കും ഒക്കെ അറിയാം. അതുപോലെ തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവര് പരമാവധി നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. അത് ഉറപ്പാ. അവർ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യാം. എന്ത്? അതെ, നമുക്കങ്ങ് ഒളിച്ചോടാന്ന്. എന്റെ പൊന്നനി, ഞാൻ ഏതായാലും ഇപ്പൊ ഒളിച്ചോടാനൊന്നും നിൽക്കുന്നില്ല, പോവുക എന്ന് പറഞ്ഞ് സ്കൂട്ടി എടുത്തോണ്ട് നമ്മുടെ അനിയല്ല, സോറി, നന്ദു ആണ് കേട്ടോ. നന്ദു പോകാൻ തുടങ്ങാനുണ്ട്. അപ്പൊ നന്ദു പറഞ്ഞിട്ട് ഇനി എന്നെ ഫോളോ ചെയ്തോണ്ടൊന്നും വരരുത്, മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്കിക്കോ. ആയിക്കോട്ടെ, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ പോവുകയാണേ.
അങ്ങനെ നന്ദു പോകുന്ന സമയത്ത് പെട്ടെന്ന് മൂന്നാല് പേര് വന്ന് നമ്മുടെ നന്ദുവിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങ് നിർത്തിയിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ നന്ദുവിനെ അങ്ങ് തട്ടിക്കൊണ്ട് പോവുകയാണ്. ആദ്യമൊക്കെ നന്ദു എതിർക്കാനും ഒക്കെ നോക്കിയെങ്കിലും ഒരു 5-6 പേരുള്ളത് കൊണ്ട് നമ്മുടെ നന്ദുവിന് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, നന്ദുവിന് ഇവന്മാരെല്ലാം തട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇത് നമ്മുടെ നവ്യയുടെ കൂട്ടുകാരി കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആദർശിനെ കാണിക്കുന്നത്, ആദർശാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് നയനോട് പറഞ്ഞിട്ട്, നീ ഒരു ആപത്തും വരരുതേ എന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നയന ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നീ ഇപ്പം ഒന്ന് മിണ്ടാതിരിക്കും, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന്. അങ്ങനെ നമ്മുടെ നയനെ ആകെ പേടിച്ചും പോയി. ആദർശം അങ്ങ് പോവുകയും ചെയ്തു. ഇനിയിപ്പം നന്ദുവിന് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന് ഓർത്ത് നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ ഇട്ട് കിട്ടുന്നുമില്ല. ആകെപ്പാടെ മൊത്തം പേടി. ഇനിയിപ്പം വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവര് പേടിക്കും, അതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെ കൂട്ടുകാരി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഓ എന്ത് ചെയ്യാന്, ഒരു മടിയില്ലാത്തവരെ ഇല്ലാത്തവരാണ് നമ്മുടെ നന്ദുവിനെ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. എയും ജ്വല്ലറിയുടെ തലപ്പത്ത് ആരാണെന്ന് കണ്ടെത്താനുള്ള സ്ത്രീവൃതമായ പരിശ്രമത്തിലാണ് നന്ദു ആദർശേട്ടനൊക്കെ. അതുകൊണ്ട് അവർക്കൊക്കെ വിലങ്ങുതടിയായ നന്ദുവിനെ അവർ എന്ത് ചെയ്യാൻ മടിക്കില്ലടി, അത് ഉറപ്പാ. അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട്, ഇങ്ങനെ ടെൻഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്റെ പൊന്നു നവ്യെ, എന്റെ നന്ദുവിന് ബോധം ഉണ്ടെങ്കിൽ അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തല്ലി ബോധം കെടുത്തി കൊണ്ടുപോയത് കൊണ്ടാ എനിക്ക് പേടി, അവളെ എന്തെങ്കിലും ചെയ്യുവോ, ഇനിയിപ്പം അവന്മാർ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പോലും പറ്റത്തില്ല. എങ്ങോട്ടായിരിക്കും എന്റെ കൊച്ചിനെ കൊണ്ടുപോയത്, ഇനിയിപ്പം അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ആദർശേട്ടന് ഒരു മെസ്സേജ് അയക്കാമോ നീ? ഇപ്പം മെസ്സേജ് അയച്ചാൽ ശരിയാവത്തില്ല, അങ്ങനെ ആകെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അവന്മാരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ ആദർശേട്ടന് കൊടുത്തിട്ടുണ്ട്, വണ്ടി നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നന്ദൂരെ രക്ഷപ്പെടുത്തു എങ്ങനെയെങ്കിലും. ഏതായാലും നവ്യ ഇതൊക്കെ കേട്ട് ആശ്വസിച്ച് നിൽക്കുകയാണ്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദൂനെയാണ് കേട്ടോ. നന്ദൂനെ അവന്മാരെല്ലാം പിടിച്ചോണ്ട് പോയി ഒരു ഗുണ്ടാ സങ്കേതത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അനി ഇടയ്ക്ക് നന്ദൂനെ വിളിക്കുന്നുണ്ട്. എവിടെ നാനി വിളിച്ചാൽ കിട്ടുമോ, നന്ദൂന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഇത് എന്ത് പറ്റി, ഇവള് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുമില്ലല്ലോ, അവള് ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനായിരിക്കും? ഓ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടതാ, എന്നാലും ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനി ഒരു മെസ്സേജ് വിടുകയാണ്, മൊബൈൽ ഓൺ ആക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഒരു മിസ് കോൾ ഒക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിന്റെ ബോധം പോയി ഇങ്ങനെ കിടക്കണം കേട്ടോ. ബോധം പോയത് കൊണ്ടാണ് നന്ദുവിന് ഇവന്മാർക്ക് തട്ടിക്കൊണ്ട് പോകാൻ തന്നെ സാധിച്ചത്. അങ്ങനെ കുറെ അവന്മാർ കൂടി നിൽപ്പുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നന്ദുവിന്റെ ബോധം ഇങ്ങനെ തിരികെ വരിക. ബോധം വന്നതും കൂടെ ഉള്ള ആ ഒരു ഗുണ്ട ചോദിച്ചു, ഓ എസ് ഐ മേഡം ഉണർന്നായിരുന്നോ? എങ്ങനെയുണ്ട് മേഡം? ആ മേഡം വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ആ ഗുണ്ട നേരെ നാഗേന്ദ്രനെ നാഗേന്ദ്രനെ വിളിച്ചിട്ട്, സാറേ അവള് ഉണർന്നു എന്ന് പറയണം. അപ്പൊ നാഗേന്ദ്രൻ പറഞ്ഞു, ഒന്ന് ചെവിയിൽ വെച്ച് കൊടുക്ക, എനിക്ക് രണ്ട് സംസാരിക്കാനുണ്ട് അവളോടെന്ന്. അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ ചെവിയിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു സംസാരിക്കുകയാണ്. അപ്പം നന്ദു അല്ല സംസാരിക്കുന്ന, നാഗേന്ദ്രൻ സംസാരിക്കുകയാണ്. നമ്മൾ തമ്മിൽ പരിചയമില്ല മോളെ, പക്ഷെ നീ എന്നെയും എന്റെ കമ്പനിയെയും ഒരുപാട് ദ്രോഹിച്ചു. അതിലുപരി നീ മറ്റു ചില കുറ്റകൃത്യങ്ങളൊക്കെ കൂടി ചെയ്തു. നീ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ വധശിക്ഷയാ വിധിക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദു, ആരാടാ നീന്ന് ചോദിച്ചപ്പോ, വധശിക്ഷ വിധിക്കുന്ന ആള് ആരാ? കാലനല്ലേ? എന്റെ കിങ്ങരന്മാരാണ് അടുത്ത് നിൽക്കുന്നത്, അവന്മാര് നിന്നെ ഇപ്പൊ തീർക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഗുണ്ട മേടിച്ചിട്ട്, ഹലോ സാർ, എന്താ സാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഒന്ന് തള്ളടാവളെ, ഇനി എന്തിനു വെച്ചോണ്ടിരിക്കുന്ന, കൊല്ലവളെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കൊല്ലാനായിട്ട് ഇവന്മാര് എന്ത് ചെയ്യുന്നു, ഒരു വാള് മൂരിയെടുക്കണം, വാളല്ല ഒരു കത്തി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു. നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. ഏതായാലും ആദർശ് ഇവിടെ എത്തുവോ, നമ്മുടെ നന്ദുവിനെ രക്ഷിക്കുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ എന്നും നമ്മുടെ നൈരുടിയും ആദർശിന്റെയും വിശേഷം രാവിലെ ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രേമവിശേഷമൊക്കെ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നമ്മള് പ്രേമവിശേഷമൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അലീനയുടെയും സച്ചിയുടെയും ഒക്കെ വിശേഷം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അലീനയുടെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് ഇടുന്നത്, റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്താട്ടോ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.